കേരളത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറഞ്ഞാൽ കേരളത്തെക്കുറിച്ചുള്ള ഒരു പെർസെപ്ഷനായിരുന്നു. കേരളം ഏത് മേഖലയിലും കേരളം വളരെ നല്ലതാണ് എന്ന് നമ്മൾ പറയുമ്പോഴും കേരളം പോരാ എന്നുള്ളൊരു പെർസെപ്ഷൻ പൊതുവേ നിലനിന്നിരുന്നു. ആ ഒരു പെർസ്പെക്റ്റീവ് മാറ്റാൻ വേണ്ടി ഈ സമ്മിറ്റിന് സാധിച്ചു എന്നാണ് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നത്. അതുപോലെ ദാവോസിൽ നമ്മൾ നല്ലൊരു ഹോംവർക്ക് ചെയ്തിരുന്നു. ദാവോസിൽ പോയി ഇതിനു വേണ്ടി ഒരു ബാക്ക്ഗ്രൗണ്ട് വർക്ക് നമ്മൾ നടത്തി. ദാവോസിലെ ഇക്കണോമിക് ഫോറത്തിന്റെ ഫസ്റ്റ് പേജ് എടുക്കുമ്പോഴും അവിടുത്തെ ഒരു 13 ക്ലസ്റ്ററുകളിൽ ആദ്യം വന്നിരിക്കുന്ന കേരളത്തിന്റെ ഹൈഡ്രജൻ ഗ്രീൻ വാലി പ്രോജക്റ്റ് ആണ്. അപ്പോൾ ഇന്നലെ പുറത്തുനിന്ന് വന്നിരിക്കുന്ന ഈ നിക്ഷേപകർക്ക് നമ്മളുടെ ഈ കോൺഫിഡൻസ് അവർക്ക് പകരാൻ സാധിച്ചിട്ടുണ്ടോ? ദാവോസിലും ഞാൻ പോയിരുന്നു. ഇപ്പോൾ ദാവോസിൽ ലോകത്തിലെ മുഴുവൻ വ്യവസായികളും ലോകത്തിലെ മുഴുവൻ ലോക നേതാക്കളും ഒക്കെ വരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ കേരളത്തെ 19 വർഷത്തിന് ശേഷമാണ് നമുക്ക് കേരള പവലിയൻ ദാവോസിൽ സ്ഥാപിക്കാൻ സാധിച്ചത്. ദാവോസിൽ കേരളം പോയത് തന്നെ വലിയൊരു നേട്ടമായിട്ടാണ് വിലയിരുത്തപ്പെട്ടത്. നമ്മൾക്കവിടെ കേരള ഈസ് ഇൻവൈറ്റിംഗ് എന്നൊരു ക്യാമ്പയിൻ, കേരള ഈസ് ചേഞ്ചിങ് ദ നേച്ചർ ഓഫ് ബിസിനസ്, നമ്മുടെ കൂടുതൽ സസ്റ്റൈനബിലിറ്റിയിൽ ഊന്നിക്കൊണ്ട് കേരളത്തിൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള നമ്മുടെ ഏറ്റവും മികച്ച സ്കിൽഡ് മാൻ പവറാണ് നമ്മൾക്കുള്ളത് എന്നുള്ള ഒരു കേരളത്തിൻ്റെ പ്രത്യേകത നമുക്കവിടെ എടുത്തു പറയാൻ സാധിച്ചു.